ഇറാന്റെ ഡ്രോണുകൾ തകർത്തുവെന്ന് അമേരിക്ക. ഹോർമൂസിലെ കപ്പലുകൾ ലക്ഷ്യമിട്ട് ഇറാൻ അയച്ച 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അമേരിക്ക പറയുന്നു. അതിനിടെ ഹോർമൂസിൽ കപ്പലുകൾ തടഞ്ഞതായുള്ള IRGCയുടെ അവകാശവാദം US തള്ളി. ഐസൺ ജോസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഈ ഡ്രോൺ തകർത്തതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് അമേരിക്കയുടെ സൈന്യം നൽകുന്നത്? വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണോ ഇപ്പോൾ അമേരിക്ക പറയുന്നത്? ഗൗതം, നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കേണ്ട സാഹചര്യമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് US സെൻട്രൽ കമാൻഡിൻ്റെ കൃത്യമായ നിരീക്ഷണവും അതുപോലെ തന്നെ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നത് സംരക്ഷിക്കുന്നതിന് കൃത്യമായ സംവിധാനങ്ങളും അമേരിക്ക ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇറാൻ്റെ പോർട്ടുകളിലേക്ക് കൃത്യമായി ഉപരോധം ഏർപ്പെടുത്തുന്ന നീക്കങ്ങളും നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 ഡ്രോണുകൾ ആക്രമണത്തിൻ്റെ ഭാഗമായി 2 ഡ്രോണുകൾ അയച്ചെങ്കിലും ഉടൻ തന്നെ അത് നശിപ്പിക്കാൻ US സെൻട്രൽ കമാൻഡിന് സാധിച്ചു എന്നാണ് സെൻട്രൽ കമാൻഡിൻ്റെ ഔദ്യോഗികമായ വിശദീകരണത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും അതുപോലെ തന്നെ ഹോർമൂസിലെ വിവിധ ഇടങ്ങളിലേക്കും ഏതാണ്ട് 7ഓളം മിസൈലുകളാണ് ഇറാൻ അയച്ചത്. ഇവയെല്ലാം തന്നെ തകർക്കുകയും ചെയ്തു. 6 മിസൈലുകൾ കൃത്യമായി തകർക്കുകയും 1 മിസൈൽ ലക്ഷ്യത്തിലെത്തുന്നതിന്, അതായത് എവിടേക്കാണോ അയച്ചത് അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അത് സ്വയം തകരുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ ഈ ആക്രമണങ്ങൾ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ കപ്പൽ ഗതാഗതത്തെ, അതായത് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഒരു ആക്രമണത്തിനുള്ള നീക്കം ഇറാൻ നടത്തുന്നത് ഇറാൻ്റെ അനുമതിയില്ലാതെ, അല്ലെങ്കിൽ ഇറാനെ എന്തെങ്കിലും രീതിയിലുള്ള ഫീസുകളോ മറ്റോ നൽകാതെ കടന്നു പോകുന്ന കപ്പലുകളെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചൊരു സൂചനകളാണ് ഇതിൽ നിന്നും ലഭ്യമാവുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രത്യാക്രമണം, ഈ ഡ്രോണുകളെല്ലാം തകർക്കുന്ന ഒരു നീക്കം സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇറാനെതിരായ ശക്തമായ നടപടി തുടരുമെന്ന് തന്നെയാണ് സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇറാൻ അയച്ച ഡ്രോണുകൾ തകർത്തുവെന്ന് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നു. ഐസൺ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.